നമ്മളിപ്പോൾ മിക്സാക്കിയ കോൺക്രീറ്റ് മെയിൻ സ്ലാബിനുള്ളതല്ല കേട്ടോ. ഇത് കണ്ടങ്ങൾ മതിലിൻ്റെ വർക്കാണ് അവിടെ. മതിലിൻ്റെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്കാ കോൺക്രീറ്റ്, അതായത് നമ്മൾ മെയിൻ സ്ലാബിൻ്റെ അതേ കൂട്ട് വെച്ചിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ഇവിടെ മതിൽ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് വെറുതെ അങ്ങോട്ട് ഒരു കോൺക്രീറ്റ് വാൾ ഉണ്ടാക്കില്ല കേട്ടോ. ഫൗണ്ടേഷൻ വന്നിട്ട് തുടങ്ങുകയാണ്. ഫൗണ്ടേഷനും അതിൻ്റെ മുകളിൽ തറ വേണമെങ്കിൽ തറ, പിന്നെ മതിൽ നമുക്ക് 4 ഇഞ്ചോ 6 ഇഞ്ചോ 8 ഇഞ്ചോ എത്ര വേണമെങ്കിലും ചെയ്യാം. താഴെ തന്നെ കമ്പി ഫുള്ള് ജോയിൻ്റ് ആയിട്ട് വരുന്നുണ്ടേ. ഇത് നല്ല പിടുത്തേക്കരം, വിള്ളലോ കാര്യങ്ങളോ പൊട്ടി മറിഞ്ഞ് വീഴാനൊന്നും ചാൻസ് ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ മതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലം ഈ വെള്ളം കയറുന്ന താഴ്ന്ന പ്രദേശങ്ങളുണ്ടാവില്ലേ, അവരുടെയൊക്കെ ചുറ്റുമതിൽ, വീടിൻ്റെ ചുറ്റുമതിൽ കെട്ടുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴ്ന്നു പോകാനോ വിള്ളൽ വരാനോ പൊട്ടി മറിഞ്ഞ് വീഴാനോ ഒക്കെ ചാൻസ് വളരെ കുറവാണ്. കാരണം വെച്ചാൽ മൊത്തത്തിൽ പിടുത്താണത്. ഇതേപോലെ കോർണർ ഉണ്ടല്ലോ, കോർണറൊക്കെ നല്ല പിടുത്തത്തിൽ നല്ല സ്ട്രോങ്ങിൽ കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ്റ് ആയിട്ട് നല്ല പിടുത്തേക്കാറ്. ഇത് 8 അടിൻ്റെ മതിലാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫൗണ്ടേഷനും തുടങ്ങി തറട്ട് അതിൻ്റെ മുകളിൽ മതിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ഹൈറ്റ് ചില ഭാഗങ്ങൾ കെട്ടാനുണ്ടാവും, കെട്ടിപ്പൊക്കാൻ മതിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ വെച്ചാൽ അടി ലൂസാകുന്ന ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ ഫൗണ്ടേഷനിലൊരു ബെൽറ്റ്, പിന്നെ തറയിലൊരു ബെൽറ്റ്, മതിലിനൊരു ബെൽറ്റ്, അങ്ങനെയൊക്കെ ആക്കി അല്ലെങ്കിൽ പില്ലറൊക്കെ കൊടുത്ത് അങ്ങനെ സെറ്റപ്പ് ആക്കി ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇടിഞ്ഞാണ് പോകും. അപ്പോൾ ഇതാവുമ്പോൾ നമ്മൾ അടിയിൽ വീതി കൂട്ടിയിട്ട് മേലെ വീതി കുറച്ചിട്ട് അങ്ങനെ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ്, നല്ല പിടുത്തം ഉണ്ടാവും. അപ്പോൾ ഇതേപോലുള്ള മതിലുകൾ പല കോലത്തിലും ചെയ്യാം. അതേപോലെ റീറ്റെയിൻ വാള്, വീടിൻ്റെയൊക്കെ ചില ചുമരുകൾ വീതി കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രോങ്ങിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ അങ്ങനത്തെ വർക്ക് സ്ക്വയർ ഫീറ്റിനായിരിക്കും കേട്ടോ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടാനും വേണ്ടിയിട്ട് അവരുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരായിട്ടും കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും.